എല്ലാത്തിനും കാണിച്ചു തരാം. അതാ നോക്കൂ. എന്നിട്ട് അതുപോലെ തന്നെ വീട്ടിൽ കള്ളത്തരങ്ങളും കള്ളിയാണ്, ലോക കള്ളി എല്ലാം നുണയെ പറയും. മോഷണം. എന്റെ കൊച്ചിന്റെ കുടുക്ക വരെ മോഷ്ടിച്ചത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. എന്റെ വാപ്പ ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ വാപ്പാക്ക് ആൾക്കാർ കാണാൻ പോകുമ്പോ കൊടുക്കുന്ന പൈസ ഉമ്മച്ചി തലങ്ങടി വെക്കുമായിരുന്നു. ഉമ്മച്ചി എന്നിട്ട് ചായ കാപ്പിയോ വാങ്ങിയാൽ പോകണം. വാപ്പ വേടക്കില്ല. സമയത്ത് ഇവിടെ അധികം തുറന്ന് പൈസ എടുക്കും. എന്താ ഉറക്കം വരുന്നു. പൈസ എടുക്കും. ഉമ്മച്ചി നോക്കാൻ പൈസ നടത്തില്ല. നോക്കാൻ പറയും പൈസ. ദിവസം ഉമ്മച്ചി എണ്ണ വെച്ചിട്ട് പോയി. എണ്ണ നോക്കിയപ്പോ എത്ര രൂപ, 500 രൂപ, 1000 രൂപ ഇത്ര കാണുന്നില്ല. അപ്പൊ ചോദിച്ചപ്പോ പിന്നെ അവിടെ വെറുതെ പോരടിച്ചിരുന്നപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ അങ്ങനെ ഇങ്ങനെ കള്ളന്ന് പറഞ്ഞാൽ നഖത്തിനിടയ്ക്ക് കള്ള. നാക്കെടുത്ത കള്ളത്തരം പറയും. കള്ള പ്രവൃത്തിയുള്ളു. കള്ളിയാണ് കള്ളി, ലോക കള്ളി. എന്തേടോ എന്റെ മുഖത്തൊരു വാട്ടം? അങ്ങോട്ട് പോയ ആവേശം കണ്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോ അവളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത്. എനിക്കിത് കാണുമ്പോ ചിരിയാണ് സത്യം പറയുന്നത്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഇവർക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ല. അവര് സിനിമയിലെ സീരിയൽ അഭിനയിക്കുന്നില്ല, പരസ്യത്തിൽ പോകുന്നില്ല, അവർ ഇനാഗ്രേഷൻ ഇല്ല. അവർക്ക് ഇപ്പൊ പൈസ ഇവിടെ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഡ്രഗ്സ്, കഞ്ചാവ്, മയക്കുമരുന്ന്, അതിന്റെയൊക്കെ അവള് ഡീലറാണ്. അവള് ഈ ടീമുകൾക്കിടയിൽ കിടന്ന് അവള് പൈസ ഉണ്ടാക്കുന്നത്. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? പ്ലസ് 2, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പ്ലസ് 2 ഒക്കെ നമ്മളടുത്ത് പറഞ്ഞത് 10 വരെ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇതിനെ കുറിച്ച് വേറെ നിങ്ങൾക്കെതിരെ കേസുണ്ടോ? ഞങ്ങൾക്കെതിരെ നിങ്ങളുടെ കൂടെ നിൽക്കാത്തോളൂ ഗാർഹിക പീഡനത്തിന് ഞങ്ങളെ കൂടെ നിന്നിട്ടില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇവക്കപ്പോ ഇവള് മെന്റൽ പേഷ്യന്റ് ആണ്. കണ്ടിട്ടുണ്ട് തുണ്ടൊക്കെ അവന്റെ കൈ കിട്ടിയാന്ന്. വെറുതെ അനാവശ്യം പറഞ്ഞ് പറ്റിയാലുണ്ടല്ലോ. മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു. മാനസിക വിഭ്രാന്തി അന്നേ ഉണ്ടായിരുന്നു. ഇവനെ അടിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവനെ കടിച്ച് പറിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങൾ. അവളെ ആക്രമിച്ചു. അന്നേ അഗ്രസീവാണ് ഇവള്. അഗ്രസീവാണ്. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 ഉമ്മ തട്ടാ. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടൊക്കെ ഞാൻ ശരിയാക്കി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?